തമാശയായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന്. അത് തമാശയല്ല. കടലും മലയൊക്കെ കിടന്ന് ഏത് നാട്ടിലും പോയി സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളവൻ തന്നെയാണ് മലയാളി. തോറ്റുപോയതിനെ പോലെ വന്ന് നിൽക്കാൻ പാടില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോകുന്ന ഒരു ദിവസമായിരുന്നില്ലേ? നിങ്ങളെന്തിനാ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടന്ന്? എല്ലാരും ആദ്യം സ്വന്തം കാര്യം നോക്കിയിട്ടല്ലേ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കൂ. നമ്മൾ ചെറുപ്പത്തിൽ ലെമൺ സ്പൂൺ റേസ് കളിച്ചിട്ടുണ്ടാവില്ലേ? ഈ സ്പൂണിന്റെ അറ്റത്ത് നാരങ്ങെല്ലാം വെച്ചിട്ട് ആ മത്സരത്തിനൊടുവിൽ ആര് ഫസ്റ്റ് എത്തുന്നു എന്നുള്ളതല്ലല്ലോ കാര്യം. നമ്മൾ എത്തുമ്പോൾ സ്പൂണിൽ നാരങ്ങ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ തീരുമാനിക്കുന്നിടത്തു നിന്നാണ് നമ്മുടെ വിജയം ആരംഭിക്കുന്നത്. ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ. ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. വന്നത് ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ നിന്നെ തീർക്കാനും എനിക്കറിയാം. നിന്നോട് ആരാടാ പറഞ്ഞത് നീ വിളിച്ചിട്ടാ ഞാൻ വന്നതെന്ന്? ഞാൻ വന്നത് എന്റെ ചേട്ടൻ വിളിച്ചിട്ടാ. പ്രതാപവും പ്രമാണവും കണ്ടിട്ടല്ല പണ്ടും ഞാനിവിടെ കയറി വന്നത്. ഇപ്പോഴും അതല്ല. എനിക്കതൊട്ട് വേണ്ടതാണ്. അത് സ്വന്തമാക്കാനും അനുഭവിക്കാനും മാത്രം വളർന്ന ഒരുത്തനുണ്ട് ഇവിടെ. നിങ്ങളൊക്കെ ഓമന പേരിട്ട് വിളിച്ച ഈ താന്തോന്നി ഇവനാ ഇത് വാങ്ങിയത്. അതിനും മാത്രം വളർന്നിട്ട് തന്നെയാ ഇവൻ നിങ്ങളുടെ മുമ്പിലൊക്കെ അഭിനയിച്ചതും. ഉള്ളം കൈ വേർക്കില്ലെങ്കിൽ ആ കയ്യിലിരിക്കുന്ന പ്രമാണം അവനും കൊടുത്തേക്ക്. സാർ, സാറിന് മെരുദ്യോസ്തനാ. ഇന്നും കൂടി സാറിന് സല്യൂട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഒരു നല്ല സല്യൂട്ട് കൊടുത്തേക്ക് സാറേ.